വിലക്കയറ്റത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് 16ാം നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയം. വിലക്കയറ്റമുണ്ടെന്നത് ഭാഗികമായി ശരിയാണെന്ന് മുഖ്യമന്ത്രി. നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി വേണ്ടെന്ന് വെക്കാത്തത് നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞ് ഉമ്മാക്കി കാട്ടേണ്ടെന്നും പിണറായി വിജയൻ. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ. പിണറായിയുടെ വീട്ടിലെ റെയ്ഡിനിടെ നടന്ന ആക്രമണത്തിൽ നേതാക്കളെയും പ്രതിയേർക്കണമെന്ന് ഇഡി. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ കൂടി അറിവോടെ കേസിൽ കക്ഷി ചേരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവ് ശേഖരണം തുടങ്ങി. മർദ്ദനക്കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ അറസ്റ്റ് തടയാനാവില്ലെന്ന് കോടതി. ക്രൈം നടന്നുവെന്നും കോടതി. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ഗൺമാന്മാർ ഒളിവിൽ തുടരുന്നു. കൊച്ചി മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ ഗുണ്ടാ നേതാവ് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതിക്കാരി. സെക്സ് റാക്കറ്റിനെതിരെയുള്ള പരാതി പിൻവലിക്കണമെന്ന ആവശ്യം. ആരോപണം ഗുണ്ടാ നേതാവ് ഔറംഗസീബിനെതിരെ. സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. ടിനി ടോമിനെതിരെ പോലീസിൽ പരാതി നൽകിയ അൻസിബ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് പരാതിയിൽ. നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനോടും മൊഴി നൽകാൻ ഹാജരാകാൻ പോലീസ്. അൻസിബയ്ക്ക് പിന്തുണയുമായി ആസിഫ് അലിയും അജു വർഗീസും. അട്ടക്കുളങ്ങരയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണതിൽ രാഷ്ട്രീയ പോര്. 3 കോടി മുടക്കി നവീകരിച്ചതെന്ന് മേയർ വി രാജേഷ്. മുടക്കിയത് 15 ലക്ഷമെന്ന് വി ശിവൻകുട്ടി ഡിഒയുടെ റിപ്പോർട്ടിന്. എൽനിനോ കേരളത്തെ വലച്ചേക്കും. കാലവർഷം തണുക്കുമെന്ന് സൂചന. വേനൽ മഴയെയും ബാധിച്ചു. ഇത്തവണ കിട്ടിയത് 12% അധിക മഴ മാത്രം. കേരളത്തിൽ മറ്റന്നാളോടെ കാലവർഷമെത്തും. അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. എല്ലാ ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചതായി ഇറാനിയൻ മാധ്യമം. വെടിനിർത്തൽ ലംഘനത്തിന്റെ അനന്തരഫലങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും ഉത്തരവാദികളെന്ന് ഇറാൻ. ഉത്തര ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇറാന്റെ അന്ത്യശാസനം. അണ്ണാമലൈ BJP വിടുമോ? തമിഴ്നാട്ടിൽ ചർച്ചയായി നേതാവിന്റെ നീക്കം. കോയമ്പത്തൂരിൽ കൂറ്റൻ ഫ്ലക്സുകൾ. BJP ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ അണ്ണാമലൈ ഡൽഹിയിൽ. അമിത്ഷായെയും കാണും. തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. മമതയെ വെല്ലുവിളിച്ച് MLA-മാർ. 50 MLA-മാർ MLA ഹോസ്റ്റലിൽ പ്രത്യേക യോഗം ചേർന്നു. MLA-മാരെ നേരിട്ട് കാണാൻ ശ്രമിച്ച മമത. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ജന്തർ മന്ദറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സമരമിരിക്കും. ജൂൺ 6-ന് ഇന്ത്യയിലെത്തും. സമരത്തിൽ അണിചേരാൻ യുവാക്കളോട് ആഹ്വാനം. കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭ നാളെ വൈകിട്ട്. മന്ത്രിമാരെ നിശ്ചയിക്കാൻ ഡൽഹിയിൽ ചർച്ചകൾ. മകൻ യതീന്ദ്ര അടക്കം 8 വിശ്വസ്തരെ മന്ത്രിമാരാക്കണമെന്നും പ്രധാന വകുപ്പുകൾ വേണമെന്നും സിദ്ധരാമയ്യ.